ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലെ. നമ്മുടെ ജീവിതത്തിലേക്ക് നാളെ എന്ത് സംഭവിക്കുന്നോ അല്ലെങ്കിൽ നാളെ നമ്മൾ എന്തായി തീരുമെന്നോ നമുക്കറിയില്ല. പക്ഷെ ഇന്നത്തെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നാളെ എന്തൊക്കെ സംഭവിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ജീവിതം എത്തണം എന്നൊക്കെയുള്ളത് അല്ലെ. പക്ഷേ പലപ്പോഴും നമ്മുടെ ചിന്തകൾ ഏത് രീതിയിലാണ് പോണേ എന്നുള്ളത് നിങ്ങൾ തോട്ട് ചെയ്തിട്ടുണ്ടോ? ഈ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയാട്ടോ, ഞാൻ എന്നും എന്തായിക്കോട്ടെ ഒരു എക്സാമിന് പോവാണ് അല്ലെങ്കിൽ എന്റെ ലൈഫിൻ്റെതായിട്ടുള്ള എന്ത് കാര്യമായിക്കോട്ടെ, അതൊന്നും ശരിയാവില്ല, ഇതൊന്നും നടക്കില്ല, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാട്ടോ. എനിക്ക് തോന്നുന്നു കൂടുതലും ഒരു നെഗറ്റീവ് തോട്ടാണ്. ഇൻ കേസ് നമുക്ക് കാലൊരു വേദന ഉണ്ടായാൽ പോലും അത് നോർമലി ഞാൻ കുറച്ച് നടന്നതിന്റെ പേരിലോ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടാവുമായിരിക്കും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി അതിലും മേലേക്ക് കയറി ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ എൻ്റെത്. എനിക്കൊന്ന് പൊതുവെ ഈ പോസിറ്റീവ് തോട്ട്സ് മാത്രമായിട്ട് പോകുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവും വളരെ കുറവായിരിക്കും അല്ലേ. എല്ലാവരുടെ ഉള്ളിലും നാളെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഭയം ഉണ്ടാവും. ആ ഭയത്തിന്റെ പുറത്ത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് കടന്നു വരും അല്ലെ. അപ്പം എന്റെ ജീവിതത്തിലും അങ്ങനെയൊക്കെ വന്നൊരാളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉള്ള മോട്ടിവേഷൻ റിലേറ്റഡ് വീഡിയോസ് കാണാനും ബുക്സ് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. കാരണം എന്റെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്ത കാര്യങ്ങൾ അതൊക്കെയാട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വായിച്ചൊരു ബുക്കാണ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് കേട്ടോ. ഈ ബുക്കില് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോഴാണ് എന്റെ ഉള്ളിൽ ഒരു തോട്ട്സ് വന്നത് ഞാൻ പറയുന്നില്ല കേട്ടോ. അതിന് മുമ്പേ ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നതും ജീവിതത്തിൽ നമ്മൾ വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും എനിക്ക് ഫീൽ ചെയ്തപ്പോഴാണ് ഞാൻ ഡെഫിനറ്റ്ലി പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും തിങ്ക് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങുകയും ഞാൻ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ എന്റെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരാനും തുടങ്ങിട്ടോ. ഒരു കാലത്ത് ചെറിയ കുട്ടിയായിരുന്ന പ്രായത്തിലൊക്കെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസമുള്ള ഒരു കുട്ടിയായിരുന്നു. ജീവിതത്തിൽ തനിച്ചായാലും ദൈവം കൂടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തില്, ജീസസ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തില് എന്ത് കാര്യത്തിലേക്ക് ഞാൻ പോയാലും ഒരിക്കലും ഇതെനിക്ക് നടക്കില്ല അങ്ങനെ ചിന്തിക്കില്ല കേട്ടോ. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്, ഇതെനിക്ക് പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് ഒരുപാട് സമയങ്ങൾ എടുക്കും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കിട്ടാൻ. അങ്ങനെ എനിക്ക് എന്റെ ഒരു ഹോപ്പ് ഇല്ലാത്ത പോലത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ എത്തിയതിനു ശേഷം വളരെയധികം നെഗറ്റീവ് ചിന്തിച്ചു തുടങ്ങി ഞാൻ. ആ നെഗറ്റീവ് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ അപ്പോഴാണ് മനസ്സിലായത് ഞാൻ മുന്നേ ചിന്തിച്ച ചിന്തയിലാണ് എന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൽ പലപ്പോഴും പല കാര്യങ്ങൾ നമുക്ക് ലേറ്റ് ആയതിന്റെ പേരിൽ ഞാൻ വളരെയധികം ടെൻസ്ഡ് ആയിട്ടാണ് ഞാൻ നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ടായത്. പക്ഷെ നെഗറ്റീവ് എനിക്ക് ചിന്തിക്കാൻ തുടങ്ങിയ കാലത്ത് എനിക്ക് മനസ്സിലായത് വലിയ 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 നഷ്ടങ്ങളും എനിക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും വേദനകളും കടന്നു വരാൻ തുടങ്ങി. എപ്പോഴും എല്ലാത്തിനെയും ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അത് തന്നെ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ ഒന്ന് റീതിങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഒരു പോസിറ്റീവായിട്ട് ഒരു നെഗറ്റീവ് കടന്നു വരും. കാരണം അങ്ങനെ ചിന്തിച്ച ആൾക്കാർക്ക് നെഗറ്റീവ് കടന്നു വരാണ്ടിരിക്കില്ല. വരുമ്പോൾ ഞാൻ അതിനെ മായ്ച്ചു കളഞ്ഞൊരു പോസിറ്റീവിനെ അവിടെ തിങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴും എനിക്കൊരു വലിയ ചേഞ്ച് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ബുക്ക് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബുക്ക് ഞാൻ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിങ്ങൾക്ക് വായിച്ചു നോക്കട്ടെ. ഒരുപാട് എക്സാമ്പിൾ വെച്ചിട്ടാണ് ജോസഫ് മർഫി അതിനെ പറ്റിയിട്ട് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ ലൈഫിൽ രോഗങ്ങൾ മാറിയതും അതേപോലെ തന്നെ എന്താണ് വിശ്വാസം. നമ്മൾ ചില സമയം ദൈവത്തേക്ക് വിശ്വസിക്കില്ലേ, പിന്നെ ദൈവം ചില പള്ളികളിൽ പോയാൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്താല് ജ്യോതിഷം ഇതുപോലത്തെ ചെയ്താല് അതൊക്കെ ഉണ്ടാകുന്ന ഒരു നമ്മുടെ മൈൻഡിന്റെ പവർ എന്താണെന്ന്, നമ്മുടെ മൈൻഡിനെ നമ്മളൊരു കാര്യത്തിൽ നന്നായി വിശ്വസിക്കുന്നുണ്ട്. ഞാനൊരു ദൈവത്തെ നല്ലോണം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം എനിക്ക് തരുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വ്യക്തിയോട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിശ്വാസം എന്തായിരിക്കും, അത് കിട്ടും എന്നുള്ളത് ഒരു പോസിറ്റീവ് തോട്ട് ആയിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ അത് ലൈഫിലേക്ക് കടന്നു വരും. അപ്പൊ മനസ്സിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പവറാണ് ഇതൊക്കെയെന്നും നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട് ഉണ്ടാകണം എന്നൊക്കെയാണ് ഈ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നടക്കുന്ന പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതെ ഇരുന്നാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഒരുവിധം എല്ലാം കുറയും കേട്ടോ. പലപ്പോഴും എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യത്തിന് ഡീപ്പായിട്ട് അതിനൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അതൊരു നെഗറ്റീവ് വഴിയിലേക്ക് വരുന്നതായിട്ടും അതിനെ ഞാൻ മായ്ച്ച് കളഞ്ഞിട്ട് ഒരു പോസിറ്റീവ് തോട്ടിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ അതെന്നെ അധികം എഫക്ട് ചെയ്യാതെ പോകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ബിഗ്ഗസ്റ്റ് പവർ ഉള്ള ഒരു കാര്യാട്ടോ. അത് ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയും അത് അങ്ങനെ ചിന്തിക്കുക പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. എന്റെ നമ്മളിപ്പം വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക, മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു കാര്യത്തിനെ എപ്പോഴും പോസിറ്റീവായിട്ട് അതിന്റെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് മാത്രമേ ഭവിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് തന്നെ വരുള്ളൂ. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾ എക്സാമിന് പോവാണ്, എക്സാം എഴുതുന്ന ഒരു കുട്ടി എക്സാമിന് പഠിക്കുന്നതിന് മുമ്പേ വിചാരിക്കും എനിക്ക് ഇതൊന്നും പഠിച്ചാൽ കംപ്ലീറ്റ് ആവാൻ പറ്റണമെന്നില്ല. ഒരു പക്ഷെ ആ കുട്ടിക്ക് അത് അത്രയും
അറിയുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ പാസ്സാവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെടുന്ന പഠിക്കുന്ന കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല, ഞാൻ എന്തായാലും ഇതിൽ ഒരു വലിയ ഉണ്ട മേടിക്കും എന്നുള്ള രീതിയിലാണ് ആ കുട്ടി അത് അപ്രോച്ച് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ എക്സാമിന് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ആ കുട്ടിക്ക് നോക്കിയാൽ എന്ത് നോക്കിയാലും കുട്ടിക്ക് അറിയാത്ത കാര്യങ്ങളായിട്ട് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. അല്ല, എനിക്കത് അത്ര ഇഷ്ടമില്ലാത്ത ടോപ്പിക് ആണെങ്കിൽ പോലും ഞാൻ ഈ പഠിക്കുന്ന കാര്യങ്ങളിൽ അത്യാവശ്യമൊക്കെ വരും, എനിക്കൊരു ആവറേജ് മാർക്ക് മേടിക്കാൻ പറ്റും, ഞാനത് മേടിക്കും എന്നുള്ള ചിന്തയിലാണ് ആ കുട്ടി അത് പഠിച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആവറേജ് മാർക്കിന്റെ ഒക്കെ കുട്ടി എഴുതിയിട്ടുണ്ടാവും. ഇത് മൈൻഡിന്റെ ഒരു പവർ ആട്ടോ. ഒരു പക്ഷേ ആദ്യം നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ പോലും ആ റിസൾട്ട് വരുന്നവരെയും ആ കുട്ടിയുടെ മൈൻഡിൽ അത് തന്നെയായിരിക്കും. കാരണം ഞാൻ എന്തായാലും എഴുതിയിട്ടില്ല, ചിലപ്പോൾ ആവറേജ് മാർക്ക് കിട്ടാം, പക്ഷെ അതുപോലെ ആൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചിന്തിക്കാൻ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളുടെ ഈ ചെയ്യാൻ പോകുന്ന കാര്യം അത് ഫ്യൂച്ചറിൽ എന്താകും, അത് എന്തായിക്കോട്ടെ, പക്ഷെ നമ്മളിപ്പോൾ പ്രസന്റിൽ ചിന്തിക്കേണ്ടത് ഇത് എന്നെ കൊണ്ട് സാധിക്കും, എനിക്കിത് ചെയ്യാൻ പറ്റും, ഇതിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്, ഇങ്ങനെ ചിന്തിക്കാൻ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് വരുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത്തിൽ എത്രത്തോളം പോസിറ്റീവ് ഉണ്ടോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്നും ദുഃഖപ്പെട്ട് സങ്കടപ്പെട്ട് എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി, എപ്പോഴും ഭാരപ്പെട്ട് എന്റെ ലൈഫ് എപ്പോഴും കഷ്ടപ്പെട്ടതാണ്, ഞാൻ എപ്പോഴും കഷ്ടപ്പാടുള്ളവനാണ്, ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ വരുള്ളൂ കേട്ടോ. ഇനി നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്യാണ്, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ചേഞ്ച് ചെയ്യാണ്. ഞാൻ എന്ത് വന്നാലും ഞാനത് മൂവ് ഓൺ ചെയ്യും, എന്റെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ കടന്നു വരും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫിന്റെ ഒരു ബിഗ് ചേഞ്ച് കേട്ടോ. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഒരുപാട് പേരിൽ നിന്നാണ് നമുക്ക് സ്ട്രെങ്ത് കിട്ടാന്നുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലോ കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് സ്ട്രെങ്ത് കിട്ടുക, നമ്മുടെ ജീവിതം തന്നെ മാറി മറിയാം. ഒരിക്കലും അല്ല. നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ എപ്പോഴാണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്നത്, അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു നല്ല സൂപ്പർ ലൈഫായിട്ട് മുന്നോട്ട് പോകുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം, നിങ്ങൾ ടീനേജ് പ്രായത്തിൽ നിങ്ങൾ എന്തൊക്കെയാണോ ചിന്തിച്ചത് അതായിരിക്കില്ല നിങ്ങളൊരു 30+ ഇയേഴ്സ് ആകുമ്പോഴുണ്ടാവുന്ന ചിന്ത. നിങ്ങളുടെ ലൈഫ് ഒരുപാട് ബോൾഡ് ആയിട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്തും നേരിടാന്നുള്ളൊരു മനക്കട്ടി ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് എന്ത് വന്നാലും ഞാൻ അതിനെ ഓവർകം ചെയ്യും എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും എന്താ നിങ്ങളുടെ മനസ്സിന്റെ കട്ടി, അത് നമ്മൾ പറയുന്നില്ലേ, കുഞ്ഞിന്റെ മനസ്സായിരിക്കില്ല ഒരു ടീനേജറിന് ഉണ്ടാവുക, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കും ടീനേജ് പ്രായത്തിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമ്മളൊരു അഡൾട്ട് ആകുന്ന സമയത്താണ് നമ്മുടെ മൈൻഡ് ഒന്നും കൂടെ സ്ട്രോങ് ആവുക. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാം സഹിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവും. ആ ഒരു സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ കുറച്ചും കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് നേട്ടങ്ങൾ നേടി ഓരോരുത്തരും ഓരോ വീഡിയോസ് ഇടുമ്പോഴും 20s എങ്ങനെയായിരുന്നു, അതുപോലെ അവരുടെ ലൈഫിന്റെ ആ ടീനേജ് പ്രായത്തിൽ അവർ എങ്ങനെയായിരുന്നു, അത് അവർ ആ സമയത്ത് അവരുടെ മൈൻഡിനെ എങ്ങനെ ചേഞ്ച് ചെയ്തു, അതിന് എത്രത്തോളം കൺട്രോൾ ചെയ്തു, അതുകൊണ്ട് അവർ ഇന്ന് ഈ ലെവലിലേക്ക് എത്തി, അവർക്ക് ഇതൊക്കെ നേടാൻ പറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും എങ്ങനെ ഇരിക്കുക, കമന്റ്സിലൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അവരുടെ മൈൻഡിന്റെ സ്ട്രെങ്ത് ആണത്. അത് നമ്മുടെ മൈൻഡിനെ വേറെ ആരെ കൊണ്ടും മാറ്റാൻ പറ്റില്ല, നമ്മുടെ മൈൻഡ് നമുക്ക് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. എത്രത്തോളം നിങ്ങൾ പോസിറ്റിവിറ്റി നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്നോ അത്രത്തോളം നിങ്ങൾക്ക് നേട്ടങ്ങൾ നേടാൻ പറ്റും. അത് ഫിനാൻഷ്യലി മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കാണാൻ പറ്റും. നിങ്ങളുടെ എന്ത് കാര്യം ആയിക്കോട്ടെ, കരിയർ ബേസ്ഡ് ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കാണാൻ പറ്റും. ഏത് വിഷയത്തിലും നിങ്ങൾ പോസിറ്റീവായിട്ടൊന്ന് തോട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾ നെഗറ്റീവ് തോട്ടിലൂടെ തന്നെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ പറയുന്നത്, ഞാൻ ഇങ്ങനെ ആയിത്തീരും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയി മാറും, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും കേട്ടോ. നിങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് തോട്ട്സ് കൊണ്ടുവരിക. അതേപോലെ തന്നെ നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ് എപ്പോഴും പോസിറ്റീവായി തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഉണ്ടാവുന്ന കൂട്ടുകെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന എന്ത് കാര്യമായിക്കോട്ടെ, അതൊരിക്കലും ഒരു നീതി ഇല്ലാത്തതാവരുത്, അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യത്തിലേക്ക് ആവരുത്. ആ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട്, നിങ്ങളുടെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് തരും കേട്ടോ. എപ്പോഴും നമ്മളൊരു നല്ലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും ലൈഫിനെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാനൊക്കെ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ പൊതുവെ നമ്മൾ മനുഷ്യരാണെങ്കിൽ നമുക്ക് എന്താ എപ്പോഴും നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു 80% നെഗറ്റീവ് വരും. കാരണം നമുക്ക് നാളെ എന്താണ് നമ്മുടെ ഫ്യൂച്ചറിൽ സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ അതിൻ്റെതായ ഒരു പരിഭ്രമവും ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാവും. കാരണം നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ, ഫെയിലൊക്കെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കും, നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം നെഗറ്റീവ് ആണെന്നും അയ്യോ ഇത് നടക്കുമോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. അപ്പം എനിക്ക് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ആ ചിന്തകളെ ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് തോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
ഇതാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേ കേട്ടോ. ഒരു പോസിറ്റീവ് ഒരു സർക്കംസ്റ്റാൻസസ് ഉണ്ടാക്കാനും ഒരു പോസിറ്റീവ് തിങ്കിങ് വരാനും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിരിക്കണം എന്റെ ലൈഫ് എപ്പോഴും, അങ്ങനെ ഒരു തോട്ട്സ് ആയിരിക്കണം എന്റെ ലൈഫ് എപ്പോഴും എന്ന് തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും ഇതേ പറ്റുള്ളൂ. കാരണം നെഗറ്റീവ് വരാതിരിക്കില്ല. നെഗറ്റീവ് മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ അതിനെ ബ്രേക്ക് ചെയ്യാനും അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. ചിലപ്പോൾ അതിന് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഫെയിലിയർ വരാം. ആ സമയത്തും ഇത് എന്റെ എന്തോ ഭാഗ്യപ്പിഴ കൊണ്ടാണ്, ഇത് എനിക്ക് നേരെയാക്കാൻ പറ്റും, നേരെയാക്കണം എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ടിൽ തന്നെ മുന്നോട്ട് പോകാണ്ടി ശ്രമിക്കുക. വീഴുമ്പോൾ പിന്നെയും നെഗറ്റീവിലേക്ക് പോകാതിരിക്കാം. നമ്മളെ ലൈഫിലേക്ക് നമ്മൾ എത്രത്തോളം പോസിറ്റീവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനീഷ്യലി ഇറങ്ങിത്തിരിക്കണം. അപ്പം അതിന് ഇതിന് കുറച്ചൊരു അറിവ് ഉണ്ടാവണം, പോസിറ്റീവ് തോട്ട്സും നെഗറ്റീവ് തോട്ട്സും. എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ലൈഫിലേക്ക് നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വരുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് തിങ്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് കേട്ടോ. അപ്പം ഇങ്ങനെ പോസിറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഡെഫിനറ്റ്ലി അത് കാണാൻ പറ്റും. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കുക. ഒരിക്കലും നെഗറ്റീവ് തോട്ട്സിനെ കൊണ്ടുവരാതെ അതിനെ ബ്രേക്ക് ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് മാത്രം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു വലിയ കലയാട്ടോ. നമ്മുടെ ലൈഫിൽ ചില ആൾക്കാർ നിങ്ങൾ കാണുന്നില്ലേ, ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ അപ്പുറത്ത് എന്തോ ഒരു നല്ലത് ഉണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ട്സിൽ പോകുമ്പോൾ നിങ്ങൾ എവിടെ എടുത്തു നോക്കിയാലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഏത് മനുഷ്യനെ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവാം ആ വ്യക്തിക്ക് എന്ത് ഫെയിലിയർ വന്നാലും ആ വ്യക്തിയുടെ മുമ്പോട്ട് മാത്രമേ നോക്കി പോകുള്ളൂ. ആ വ്യക്തിയുടെ മുമ്പിലേക്ക് ഒരു വലിയ ഹോപ്പ് ഉണ്ടാവും, ഒരു പ്രതീക്ഷ ഉണ്ടാവും. അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ നന്നായിട്ട് സക്സസ് ആയി വരാൻ പറ്റുള്ളൂ. നമ്മൾ പലരുടെയും എന്താ പറയാ ജീവിത ചരിത്രങ്ങളും കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ ചിലപ്പം അസൂയപ്പെടാറുണ്ടല്ലേ. എല്ലാവരുടെയൊക്കെ ഉള്ളില് ഈ പറഞ്ഞ പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് വളരെ കൂടുതലായിരിക്കും. അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും തോറ്റുപോയില്ല. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഒരു മാറ്റം വേണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഈ പോകുന്ന ട്രാക്ക് അത്ര ശരിയില്ല, നിങ്ങളുടെ ചിന്തകൾ അത്ര ശരിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റു പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ട്സ് ഒന്ന് മാറ്റി നിങ്ങൾ തോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാട്ടോ. നിങ്ങൾ ചിന്തിക്കുന്നത് നല്ല ചിന്തകളാവാനും, നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയിപ്പോ ഒരു ഫെയിലർ ആണ് വന്നാൽ പോലും അതിൽ നിങ്ങൾ ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് നല്ല സമാധാനം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ എന്നൊന്നില്ലാത്ത മുമ്പോട്ടേക്ക് ജീവിക്കാനുള്ള ഒരു ഹോപ്പ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കണ്ടെത്താൻ പറ്റും കേട്ടോ. അപ്പൊ പോസിറ്റീവ് തോട്ട്സ് ആണ് ലൈഫിൽ എല്ലാവർക്കും വേണ്ടുന്നത്. ഈ ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലേ, ദൈവത്തിൽ വിശ്വസിക്കുന്നത് തന്നെ നമുക്കൊരു ഹോപ്പല്ലേ, ഒരു പ്രതീക്ഷയല്ലേ. നമ്മളുടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടാണ് അത്. അത് ഓരോരുത്തരും ഓരോ പേരിലാണ് പറയുന്നെങ്കിലും എന്റെ ലൈഫിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ മാറ്റിയിട്ടുള്ളത് ആ ഒരു തോട്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ജീസസിലാണ്. അപ്പം ആ വ്യക്തിയിലേക്ക് എന്റെ ഫോക്കസ് പോകുമ്പോൾ ഞാൻ എവിടെ വീണ് പോയി കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് ഫീൽ ചെയ്യാറുണ്ട്. നടക്കും ഓഫുൾ. ഇപ്പം നമ്മൾ ചില വാചകങ്ങളൊക്കെ എനിക്കൊക്കെ ബൈബിളിലൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നീ വിശ്വസിച്ചുകൊണ്ട് എന്ത് നോക്കിയാൽ ഒരു മലയോട് മാറിപ്പോകാൻ പറഞ്ഞാലും മല മാറിപ്പോകുന്നൊക്കെ രീതിയിലൊക്കെ ഒരുപാട് ബുക്കുകളിൽ ഒരുപാട് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുള്ള കോഡ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മള് ഇത് നടക്കൂ എന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോ സയൻസ് പ്രകാരം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ നടക്കില്ല എന്നൊക്കെ തോന്നുക. പക്ഷെ നമ്മൾ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് ഇത് നടക്കും എന്നുള്ളൊരു ചിന്തയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു എനർജി ആയിരിക്കും. പിന്നെ നമ്മളുടെ മുമ്പിൽ പിന്നെയും ഫെയിലിയറും ബുദ്ധിമുട്ടുകൾ വരുവാണെങ്കിലും തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സോടുകൂടെ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് കടന്നു വരുമ്പോൾ ബ്രേക്ക് ചെയ്യാനും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടിനെ അവിടെ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാനും വേണ്ടി ശ്രമിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ഒരു സന്തോഷമുള്ള അല്ലെങ്കിൽ ഒരു സമാധാനമുള്ള ജീവിതം മുമ്പിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല, എന്റെ ലൈഫിൽ ഞാൻ ചേഞ്ച് വരുത്തിയിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ആ ബുക്ക് വായിച്ചപ്പോഴേക്കും എനിക്ക് കുറെ ഇൻസ്പയർഡ് ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലത്തെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.